സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ ഹൈന്ദവർക്ക് അഭിമാനത്തോടുകൂടി മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണം. ഈ രാമായണം നമ്മളെല്ലാവരും വായിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിരവധി ആൾക്കാർ നിരന്തരം വായിക്കുന്നുമുണ്ടാവും. പക്ഷേ നമ്മളാരും ഇതുവരെ വായിച്ചാലും മനസ്സിലാക്കാത്ത ഒരതിവിശിഷ്ടമായ ഒരു മഹാ അത്ഭുതം ഇതിനുള്ളിൽ ഉറഞ്ഞു കിടക്കുന്നുണ്ട്. ആരും എന്നല്ല, പലരും മനസ്സിലാക്കാത്തത് എന്ന് പറയുന്നത് നല്ലത്. പല ആൾക്കാരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ലോകത്തിന് പോലും അത്ഭുതമായിട്ട് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു മഹാസത്യം, ഒരു വലിയൊരു അത്ഭുതം നമ്മുടെ ഈ രാമായണത്തിലുണ്ട്. മഹാരാമായണം എന്ന് പറയാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ശാസ്ത്രം വളരുന്നു എന്ന് പറയുന്നു. പക്ഷേ ശാസ്ത്രം ഇനിയും കണ്ടെത്താൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും നിഗൂഢമായിട്ടുള്ള ഒരു വലിയൊരു സത്യം. നമ്മളത് രാമായണം വെറുതെ വായിച്ചു പോകുന്നതേ ഉള്ളൂ. പലരും വായിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഈ അടിസ്ഥാന ഘടകം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എന്താണെന്നറിയോ? രാമായണത്തിൽ ഇപ്പം നമ്മൾ എല്ലാവരും പറയുന്നു, ഒരു കുട്ടി ജനിക്കുന്നത് ഒരമ്മയും അച്ഛനും അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും സംഗമിക്കുമ്പോഴാണ് അവിടെ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കപ്പെടുന്നത്, ഗർഭാധാനം നൽകുന്നത്. അപ്പോൾ ഈ ഗർഭം ദാനം ചെയ്യുമ്പോൾ പിന്നീട് ആ പെൺകുട്ടിയുടെ വയറ്റിൽ ഓരോ ദിവസവും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്? അവിടെ ഒരു കുട്ടി വളർന്ന് നിശ്ചിത മാസമാകുമ്പോൾ ആ ഗർഭപാത്രത്തിൽ നിന്നും വെളിയിലേക്ക് വരുന്നു. നമ്മൾ പറയും കുട്ടി ജനിച്ചു എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് നമ്മൾക്ക് ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ ഗർഭമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ 3 മാസം ഏകദേശമായിട്ട് അത് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റ് നടത്തുമ്പോഴാണ് അതൊരു കുട്ടിയുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അത്ര വരെ അവർക്ക് അറിയുന്നില്ല. പക്ഷേ ഈ കാലയളവിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതിന് ശേഷമുള്ള കാലയളവിൽ ഈ പറയുന്ന ഈ വയറ്റിൽ കിടക്കുന്ന കാലയളവിൽ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ആ കുട്ടിക്ക് നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ വളരെ വളരെ വിശദമായിട്ട് വളരെ കൃത്യതയോട് കൂടിയിട്ട് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ആചാര്യന്മാർ രാമായണത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. രാമായണത്തിൽ മാത്രമല്ല, മറ്റു പല ഗ്രന്ഥങ്ങളിലുമുണ്ട്. എന്നാൽ രാമായണം നമുക്കെല്ലാവർക്കും സുപരിചിതമായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. മെഡിക്കൽ സയൻസ് പറയുന്നു, ഇടക്കാലത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ ബുദ്ധിജീവികളായ ചില ആൾക്കാർ പറയും രാമായണമൊന്നും വലിയ ഗുണമില്ലാത്തതാണ്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അതിലെന്താ ഉള്ളത്? രാമനും സീതയും തമ്മിലുള്ള ഒരു കഥ. സീതയെ തട്ടിക്കൊണ്ടു പോകുന്നു, രാമൻ രക്ഷിക്കുന്നു. ഇതൊരു സിനിമ സ്റ്റോറി പോലെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ആ കഥയാണ് ഇത്, അതിനെന്താ ഇത്ര വലിയ മഹത്വം എന്നാണ് പറയുന്നത്. എന്നാൽ ഈ കഥയുടെ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ രാമായണത്തിൻ്റെ ആ ഓരോ വരികൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ തത്വങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ആദ്യം മുതൽ അവസാനം വരെ ഒളിഞ്ഞു കിടക്കുന്ന രത്നമണികൾ പോലെയുള്ള അമൂല്യമായിട്ടുള്ള നിരവധി വസ്തുക്കളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെയുള്ളൊരു വസ്തുവാണ് കിഷ്കിന്ധ കാണ്ഡത്തിൽ സമ്പാദി വാക്യത്തിൽ സമ്പാദിയും നിശാകര മുനിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ. ഏകദേശം 500 വർഷത്തിലേറെ പഴക്കമുള്ള ഈ സംഭാഷണ ശൈലികൾ എഴുത്തച്ഛൻ എഴുതിയത്. അതിനു മുമ്പ് ഈ ഗ്രന്ഥം അധ്യാത്മരാമായണം എന്ന് പറയുന്ന മഹാഗ്രന്ഥത്തിലുണ്ട്. ആ അധ്യാത്മരാമായണത്തിൻ്റെ കിളിപ്പാട്ട് രൂപമാണ് എഴുത്തച്ഛൻ എഴുതിയത്. ആ ഭാഗം നമ്മൾ വെറുതെ കണ്ണോടിച്ച് നോക്കാം എന്താണ് പറയുന്നതെന്ന്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കും നമ്മുടെ ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്വം. ഇത് നമുക്ക് ഏത് വേദിയിൽ വേണമെങ്കിലും നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. നമ്മുടെ ഭാരതീയർ സാധാരണക്കാരല്ല. നമ്മളിന്ന് അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും മറ്റിടത്തേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ. ഒരു കാലത്ത് മുഴുവൻ ആൾക്കാർ പഠിക്കാൻ വേണ്ടി വന്നത് ഇവിടെയാണ്, ഈ ഭാരതത്തിലാണ്. പക്ഷേ വിദേശ ആധിപത്യവും മുഗളന്മാരുടെ ആധിപത്യവും പിന്നെ മറ്റുള്ളവരൊക്കെ നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും ഒക്കെ നശിപ്പിച്ചു. എന്നിട്ട് പറയാം നിങ്ങളല്ല പൊട്ടന്മാരാണ്,
നിങ്ങളെല്ലാം ഇവിടുന്ന് വെളിയിൽ പോയി പഠിക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും അയക്കുന്ന ഒരു കാലഘട്ടമായി തീർന്നു. പക്ഷേ ഇവിടെയുള്ള അമൂല്യമായ ഗ്രന്ഥങ്ങൾ കൊണ്ടുപോയിട്ട് അവരവിടുത്തെ സർവകലാശാലയിൽ അവിടുത്തെ ആൾക്കാരെ പഠിപ്പിച്ചിട്ട് അവരിപ്പോൾ നമ്മളെ പഠിപ്പിക്കുക നമ്മുടെ സാധനങ്ങൾ. അതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇവിടെ നോക്കാം നമുക്ക് എന്താണെന്ന്. ഒരു കുട്ടി ജനിക്കുന്നത് എപ്പോഴാണ്? നമ്മളൊക്കെ പറയും ഗർഭപാത്രത്തിൽ നിന്നും വെളിയിലേക്ക് വരുമ്പോഴാണെന്ന്. അല്ല, അതിനു മുമ്പ് തന്നെ ആ കുട്ടി ജനിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ എല്ലാ പുരാണങ്ങളും പറയുന്നു ഒരാളും ഒരു ആത്മാവിന് ജനനമില്ല മരണമില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരം മുഴുവൻ നമ്മൾ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്. ആ വിഷയം ഞാൻ മുമ്പ് വേറൊരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. ആ പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിക്കുന്നതിൻ്റെ കാരണവും വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന പ്രേതാത്മാവ് എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ടുള്ള ആത്മാവ് അവർ ചെയ്തു പോയ കർമ്മഫലങ്ങളുടെ ഭാഗമായിട്ട് ഭൂമിയിൽ നിശ്ചിത കാലം കഴിയുകയും പിന്നീട് ചന്ദ്രമണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ പ്രേതലോകത്തേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമ്മുടെ ഗരുഡ പുരാണം അടക്കമുള്ള പുരാണങ്ങളിൽ പറയുന്നത്. അത് തന്നെയാണ് രാമായണത്തിലും ഇവിടെ വിവരിക്കുന്നത്. അങ്ങനെ ആ ചന്ദ്രമണ്ഡലത്തിലെത്തി അവിടെ നിശ്ചിത കാലം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് മഞ്ഞുതുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. ആ ചന്ദ്രനിൽ നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന മഞ്ഞുതുള്ളികൾ ഇവിടെയുള്ള ധാന്യങ്ങളിൽ ഫലമൂലാദികളിലേക്ക് എത്തിച്ചേരുന്നു. കാരണം ഈ മഞ്ഞുതുള്ളികളാണ് ഇവിടുത്തെ ഭക്ഷ്യവസ്തുക്കളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞുതുള്ളികൾ വലിച്ചെടുത്ത് അതിൻ്റെ കണങ്ങൾ വലിച്ചെടുത്തിട്ടാണ് ധാന്യങ്ങളും മറ്റു മൂലാദികളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. ഈ ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയിൽ പുരുഷന് ഈ പറയുന്ന കഴിക്കുന്ന ഭക്ഷണം 4 വിധമായി തീരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ 4 വിധം എന്ന് പറയുമ്പോൾ അവരുടെ മലത്തിലൂടെ പോകുന്നുണ്ട്, മൂത്രത്തിലൂടെ പോകുന്നുണ്ട്, രക്തത്തിലൂടെ എത്തുന്നു, പിന്നീടൊന്ന് രേതസ്സായി തീരുന്നു എന്ന് പറയുന്നു. ആ രേതസ്സാണ് പിന്നീട് സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് കൊടുക്കുന്നത്. സ്ത്രീ പുരുഷ സംഗമത്തിലൂടെ കൊടുക്കുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം രാമായണത്തിൽ സമ്പാദ്യവാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ആ വരികൾ രാമായണത്തിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് കൂടി നമുക്ക് ശ്രദ്ധിക്കാം. പുണ്യമൊടുങ്ങിയാലിന്ദു തന്മണ്ഡലേ ചെന്നു പതിച്ചു നിഹാര സമേതനായി ഭൂമോ പതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസായി ചമഞ്ഞതു ചെന്നു സീമന്തിനിയോനിയിലായി വരും. ഇതല്ലേ ഞാൻ അല്പം മുന്നേ പറഞ്ഞത്. രാമായണത്തിൽ കിഷ്കിന്ധാകാണ്ഡത്തിലെ 2000-ാമത്തെ വരികൾ, ആ 2000 വരികൾ ഇവിടെ പൂർത്തിയാവുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞത് 2001-ാമത്തെ വരി എന്നാ നോക്കാം. യോനി രക്തത്തോടും സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേനെ കലർന്നു കലലമാം ഏകീഭവിച്ചാലതും പിന്നെ മെല്ലവേ. അപ്പോൾ ഈ പുരുഷനും സ്ത്രീയും സംഗമിക്കുമ്പോൾ ഈ പുരുഷൻ്റെ ശരീരത്തിൽ നിന്നുള്ള ആ രേതസ് നേരെ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് പോകുന്നു. യോനി രക്തത്തോടുകൂടി സംയുക്തമായി ഒന്ന് നേരെ ഗർഭപാത്രത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നു. അത് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് രേതസായി മാറുകയും അത് സ്ത്രീയുടെ യോനിയിലേക്ക് പതിക്കുകയും യോനിയിലെ രക്തവുമായി കലർന്ന് മറുപിള്ളയാൽ മൂടപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ദിവസം കൊണ്ട് തന്നെ അത് ഗർഭപിണ്ഡമായി തീരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ മെഡിക്കൽ സയൻസിന് പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്താണ് ഈ സംഗമത്തിന് ശേഷം ആ 1-ാമത്തെ ദിവസം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയുന്നില്ല. പക്ഷെ അത് 1-ാമത്തെ ദിവസമാണ് അത് ഗർഭപിണ്ഡമായി തീരുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഈ രാമായണത്തിൽ പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നത് വെച്ചാൽ
5 രാത്രി കൊണ്ട്, 5 ദിവസമല്ല 5 രാത്രി കൊണ്ട് അത് ഒരു കുമിളയുടെ രൂപത്തിലേക്കായി മാറും. 5 രാത്രിയാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഈ 5 രാത്രി കൊണ്ട് അത് കുമിളയുടെ രൂപത്തിലാകും എന്നുള്ളതും രാമായണത്തിൽ പറഞ്ഞു. ഇതിപ്പോൾ ലോകത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ ഇത് വളരെ കൃത്യമായിട്ട് അംഗീകരിക്കാൻ തുടങ്ങി. അതാണ് ശരി, 5 ദിവസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തീർന്നില്ല. എന്നിട്ടോ 5 ദിവസം ഒരു കുമിളയുടെ ആകൃതി ഉണ്ടാവുകയും പിന്നെ 5 നാൾ എന്ന് വെച്ചാൽ 5 പകലും 5 രാത്രിയും കൊണ്ട് അത് എന്തായിത്തീരും? അതൊരു മാംസപേശിയായിട്ട് മാറും. ഇന്ദ്ര കുമിളയായിരുന്നു, ആ കുമിളയിൽ പല ഘടകങ്ങളും നിറഞ്ഞിട്ട് അതൊരു മാംസപേശിയായിത്തീരും. പിന്നെയോ 15 ദിവസം കൊണ്ട് ആ മാംസപേശിക്കകത്തേക്ക് രക്തം വന്ന് നിറയുന്നു. ഇതെല്ലാം ഇവിടെ പറയുന്നുണ്ട്, ഞാനത് വായിക്കാം ഒന്നും കൂടിയത്. അതിൽ രക്തം വന്ന് നിറയും. 40 ദിവസം കൊണ്ട് ആ മാംസപേശിത്തിൽ രക്തം നിറഞ്ഞതിന് ശേഷം 40 ദിവസമാകുമ്പോഴേക്കും അതിൽ ജീവൻ്റെ ചലനങ്ങൾ വന്നു തുടങ്ങും. ചെറിയ രീതിയിലുള്ള ചലനങ്ങൾ അവിടെ കണ്ടു തുടങ്ങും എന്ന് പറയുന്നു. പിന്നെയോ 90 ദിവസമാകുമ്പോൾ അല്ലെങ്കിൽ 3 മാസമാകുമ്പോൾ ഈ മാംസപേശിക്ക് രക്തം നിറഞ്ഞ് അതിനുശേഷം ഓരോ അവയവത്തിൻ്റെ സ്ഥാനം അവിടെ കണ്ടു തുടങ്ങും, അവയവങ്ങൾ കാണാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ഏത് 90 ദിവസമാകുമ്പോൾ ആ അവസരത്തിലാണ് അംഗങ്ങളും സന്ധികളൊക്കെ അവിടെ ഉണ്ടാകുന്നത്. ഇത് ആകുമ്പോൾ 90 ദിവസം ആകുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് 3 മാസമായിട്ട് കുട്ടിക്ക് 3 മാസമായി എന്ന് പറഞ്ഞത് ആണാണോ അല്ലെങ്കിൽ ആ കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 3 മാസം കൊണ്ടാണ്. അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ അറിയുന്നേ ഇല്ല. അവർക്ക് കുട്ടിക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും നമ്മൾ അറിയുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്നിട്ടോ ഈ സമയത്ത് ഈ 90 ദിവസമാകുമ്പോൾ ഈ കുട്ടിയുടെ കണ്ണിൻ്റെ സ്ഥാനത്ത് ചെറിയൊരു കണ്ണിൻ്റെ ഒരു അടയാളം വരും, മൂക്കിൻ്റെ സ്ഥാനത്ത് മൂക്കിൻ്റെ അടയാളം ഉണ്ടാകും, ചെവിയുടെ സ്ഥാനത്ത് ചെവിയുടേതായ അടയാളം വരും. അതുപോലെ കൈകാലുകളുടെ സ്ഥാനങ്ങളൊക്കെ ചെറിയ ചെറിയ അംഗങ്ങൾ ഇങ്ങനെ സന്ധികളൊക്കെ ഇങ്ങനെ മുളച്ചു തുടങ്ങുന്നു എന്നർത്ഥം. അത് വരുന്നത് എപ്പോഴാണ്? 3 മാസം കൊണ്ടാണ് എന്നർത്ഥം. ഈ മാംസപിണ്ഡത്തിന് പലതരത്തിലുള്ള അവയവങ്ങളുടെ സാന്നിധ്യം കാണുന്നത് ആ അവസരത്തിലാണ് എന്ന് പറയുന്നു. എന്നിട്ടോ 4 മാസം ആകുമ്പോഴാണ് നേരത്തെ കൈകാലുകളൊക്കെ ആ ഭാഗങ്ങൾ ഇങ്ങനെ വന്നല്ലോ, ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ മുളച്ച് വന്നല്ലോ, അവിടെയൊക്കെ വിരലുകൾ ഉണ്ടാകുന്നത്. കാലിനും കൈക്കും വിരലുകൾ ഉണ്ടാകുന്നത് 4-ാം മാസത്തിലാണ് എന്നും പറയുന്നു. 5 മാസമാകുമ്പോഴാണ് ഈ കുട്ടിക്ക് എന്തുണ്ടാകുന്നത്? പല്ല് എന്ന് വെച്ചാൽ പല്ല് നമ്മൾ കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് ഈ മോണയ്ക്ക് വെളിയിൽ കാണുമ്പോൾ പല്ല് മുളച്ചു എന്ന് പറയുക. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ മോണക്കുള്ളിൽ പല്ല് മുളയ്ക്കുന്നതൊക്കെ 5-ാം മാസത്തിലാണ്. അതുപോലെ ചെവിയുടെ ആ ദ്വാരങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി വ്യക്തമായി വരുന്നതും ഈ പറയുന്ന 5-ാം മാസത്തിലാണ്. അതുപോലെ തന്നെ മൂക്കിൻ്റെ സ്ഥാനത്ത് ആ ഉയർന്നു കിടക്കുന്ന സ്ഥലം വരുന്നതും കണ്ണിൻ്റെ അവിടെയുള്ള ആ മറ്റുള്ള ഭാഗങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതും ഒക്കെ തന്നെ 5-ാം മാസത്തിലാണ് എന്നും പറയപ്പെടുന്നു. മാത്രമല്ല നമ്മുടെ ഗുഹ്യപ്രദേശങ്ങൾ ജനനേന്ദ്രിയത്തിൻ്റെയും അതുപോലെ തന്നെ മലദ്വാരത്തിൻ്റെയൊക്കെ സ്ഥാനം വളരെ വ്യക്തമാകുന്നതും 5-ാം മാസത്തിലാണെന്ന് പറയപ്പെടുന്നു. 6 മാസമാകുമ്പോഴാണ് ആ കുട്ടിയുടെ കർണങ്ങൾ, ഇവിടെ ചെവി പറഞ്ഞല്ലോ, ആ ചെവിയിൽ ആ കേൾവി ശക്തി ആ കുട്ടിക്ക് വരുന്നത് ഈ 6-ാം മാസത്തിലാണെന്നും ഈ ഭാഗത്ത് പറയുന്നു. ഇതൊക്കെ നമ്മൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. 7-ാം മാസമാകുമ്പോൾ ഈ കുട്ടിയിലുണ്ടാകുന്നത് ആ കുട്ടിയുടെ ജനനേന്ദ്രിയം, ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ലിംഗവും പെൺകുട്ടിയാണെങ്കിൽ യോനിയും, അതേസമയത്ത് പൊക്കിൾ കൊടിയും ഒക്കെ പൊക്കിളിൻ്റെ ആ സ്ഥാനവും മലദ്വാരവും ഒക്കെ വ്യക്തമായിട്ട് കാണാൻ തുടങ്ങുന്നത് 7-ാം മാസത്തിലാണ് എന്ന് മനസ്സിലാക്കുക. 8-ാം മാസം ആകുമ്പോഴേക്കോ ഈ കുട്ടിയുടെ ശിരസിൽ രോമങ്ങൾ കാണാൻ തുടങ്ങും. ശിരാരോമങ്ങൾ വരുന്നത് അവിടെ മുളച്ചു വരുന്നത് ഈ 8-ാം മാസത്തിലാണ്. 9-ാം മാസമാകുമ്പോൾ എല്ലാ അവയവങ്ങളും കൃത്യമായി വന്ന് ആ ആശയത്തിനുള്ളിൽ ആ കുട്ടി വളരാൻ തുടങ്ങുന്നു, വളർച്ച വെക്കാൻ തുടങ്ങുന്നു 9-ാം മാസമാകുമ്പോൾ. അപ്പോഴേക്കും എല്ലാ അവയവങ്ങളും വളരെ വ്യക്തമായിട്ട് ഉണ്ടാകും. ഇനി അതിന് പുറം ലോകത്തുള്ള വളർച്ചയെ വേണ്ടി വരും. ആ ലെവലിൽ എല്ലാം കൃത്യമായിട്ട് വരുന്നതും 9-ാം മാസത്തിലാണെന്ന് പറയുന്നു. എന്നാൽ ഒരു കാര്യം എടുത്തു പറയുന്നു, 5-ാം മാസത്തിൽ തന്നെ ആ കുട്ടിക്ക് ചൈതന്യം വന്നു. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി ജനിക്കുന്നതിൻ്റെ ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ചൈതന്യം ഉണ്ടല്ലോ, ആത്മചൈതന്യം, അതുണ്ടാകുന്നത് 5-ാം മാസത്തിലാണ് എന്നാണ് പറയുന്നത്. ഈ 9-ാം മാസത്തോടൊപ്പം തന്നെയാണ് ഈ അമ്മയുടെ പൊക്കിൾ കൊടിയും ഈ കുട്ടിയുടെ പൊക്കിൾ കൊടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അമ്മ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ തന്നെ ഈ കുട്ടിയും സ്വീകരിച്ചു തുടങ്ങുന്നതും ഈ ഒരു അവസരത്തിലാണ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ അമ്മയുടെ ആഹാരത്തിൻ്റെ രസം സേവിച്ചും കൊണ്ട് കുട്ടി പിന്നീട് ജീവിക്കുന്നു. എത്ര ഈ വെളിയിലേക്ക് വരുന്നത് വരെ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു അവസരത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഇതിന് ശേഷം ഗർഭപാത്രത്തിൽ നിന്നും വെളിയിലേക്ക് വരുന്നു. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഇത്രയും വലിയൊരു തത്വം നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് നോക്കൂ. ഇനി ഞാനീ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് രാമായണത്തിലുള്ളതെന്ന് കൂടി നോക്കണ്ടേ, എന്നല്ല നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കിഷ്കിന്ധ കാണ്ഡത്തിൽ എന്താണ് പറയുന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അത് രാമായണത്തിൽ പറയുന്നത് എന്താണ് നമുക്ക് അതേപടി ഒന്ന് നോക്കാം. ഇവിടെ കിഷ്കിന്ധ കാണ്ഡത്തിലെ 1996 മുതൽ അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിലാണ് ഈ ഒരു കാര്യം വളരെ വ്യക്തമായി വിവരിക്കുന്നത്. പുണ്യമൊടുങ്ങിയാൽ ഇന്ദു തന്മണ്ഡലേ ചെന്നു പതിച്ചു നീഹാര സമേതനായി ഭൂമോ പതിച്ചു ശാര്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ഫലാൽ എന്നതിലൊന്നു രേതസായി ചമഞ്ഞതും ചെന്നു സീമന്തിനി യോനിയിലായി വരും. പുരുഷൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ രേതസായി വന്ന് ആ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ആ രേതസ് സ്ത്രീയുടെ യോനിയിലേക്ക് എത്തിച്ചേരുന്നു എന്നിവിടെ പറയുന്നു. യോനി രക്തത്തോടും സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേനെ കലർന്നു കലലമാമേകി ഭവിച്ചാലതും പിന്നെ മല്ലവേ. ഒന്നാം ദിവസം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം. 5 രാത്രി കൊണ്ട് നടക്കുന്നത് പറഞ്ഞു, 5 ദിനം കൊണ്ട് നടക്കുന്നതാണ് പറയുന്നത്. മാംസപേശിത്വം ഭവിക്കും അതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ. അർദ്ധമാസം കൊണ്ട് 15 ദിവസം കൊണ്ട് നടക്കുന്നത്. പേശി രുതിര പരിപ്ലുതമായി വരും ആശുതസ്യമാങ്കുരോൽപത്തിയും വരും. പിന്നെയൊരു 5 രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണേ ഭവിച്ചിടും അങ്കുലിജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും 5 മാസം കൊണ്ടും ഷഡ്മാസേ പുനകിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മേഡ്രോപസ്ഥാനാഭിവായുക്കളും സപ്തമേ മാസി ഭവിക്കും. പുനരുടൻ ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും. പുനരവിപുഷ്ടമായിടും ജഡരസ്ഥലാന്തരെ 9 മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. പഞ്ചമേ മാസി ചൈതന്യവാനായി വരും. അഞ്ജസ ജീവൻ ക്രമേണേ ദിനേ ദിനേ നാഭിസൂത്രോൽപരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്യാരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർ മൃത്യുവരാ നിജ കർമ്മഫലത്തിനാൽ. പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവഗ്നിപ്രതപ്തനായി തൽക്കരണങ്ങളാൽ പറഞ്ഞു തുടങ്ങിനാൻ.
ഇവിടെ വളരെ കൃത്യമായിട്ട് ഒരു കുട്ടി ആ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കാലത്തുള്ള വളർച്ചയെ കുറിച്ച് വളരെ വിശദമായിട്ട് വിവരിക്കുന്നു. അതുകൂടാതെ ഇതിനനുസരിച്ചാണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ ആചാരങ്ങളും ഉണ്ടായിരുന്നത്. 6-ാം മാസമാകുമ്പോഴാണ് ആ കുട്ടിയുടെ കർണങ്ങളിൽ തെളിയുന്നത്, ശബ്ദങ്ങൾ കേൾക്കാനുള്ള കഴിവുണ്ടാകുന്നതെന്ന് ഇവിടെ പറഞ്ഞു. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? 6-ാം മാസത്തിന് ശേഷം ഈ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ബന്ധുജനങ്ങളൊക്കെ വരും. ഈ ബന്ധുജനങ്ങളൊക്കെ വന്നിട്ട് ആ കുട്ടിക്ക് മധുര പലഹാരങ്ങളും മറ്റും കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ കൊടുക്കും ഈ പെൺകുട്ടിക്ക്. എന്നിട്ടോ അവൾക്ക് വേണ്ടുന്ന കഥകൾ പറഞ്ഞു കൊടുക്കും. അവൾക്കല്ല അത് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഗർഭപാത്രത്തിലുള്ള ആ കുട്ടിക്ക് ശ്രേഷ്ഠതയുണ്ടാവാൻ, അവൻ വളരെ നല്ലവനാവാൻ വേണ്ടി, അവൻ എന്തൊക്കെ കഴിവാണ് വേണ്ടത്, അവൻ ഏത് തരത്തിലാണ് വളരേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നല്ലോ, അതിനനുസരിച്ചിട്ടുള്ള കഥകൾ, പണ്ട് കാലങ്ങളിൽ പുണ്യപുരാണ കഥകളും ശ്രേഷ്ഠമായ ഉപദേശവും ഒക്കെയാണ് ഈ 6-ാം മാസം മുതൽ ഈ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. ആ പെൺകുട്ടി രാവിലെ ഉണരുന്ന സമയത്ത് ശ്രേഷ്ഠമായ ഭക്തിഗാനങ്ങളും ശ്രേഷ്ഠമായ പ്രഭാഷണങ്ങളും വെച്ചു കൊടുക്കുന്നതും ഈ ഒരു സമയത്താണ്. 6-ാം മാസത്തിന് ശേഷം ആ കുട്ടി എല്ലാ സമയത്തും ശ്രേഷ്ഠമായതേ കേൾക്കാൻ പാടുള്ളൂ, ശ്രേഷ്ഠമായതേ കാണാൻ പാടുള്ളൂ. അതിനുശേഷം ഈ കുട്ടിക്ക് എന്തെങ്കിലും കണ്ട് പേടിച്ചു പോയാൽ അത് ആ കുട്ടിയെ ബാധിക്കും. എന്തെങ്കിലും കണ്ട് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്തോഷം ആ കുട്ടിയെ ബാധിക്കും. ഏതെങ്കിലും തരത്തിൽ ആ കുട്ടിക്ക് മാനസികമായ പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാലും ആ ഗർഭപാത്രത്തിലെ കുട്ടിയെ ബാധിക്കുന്നതും ഈ 6-ാം മാസത്തിന് ശേഷമാണ്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് പൂർണ്ണ പരിരക്ഷ ലഭിക്കുന്നതിനായിട്ട് 6-ാം മാസത്തിൽ ആ പെൺകുട്ടിയെ ആര് കൊണ്ടുപോകുന്നു? ആ പെൺകുട്ടി ജനിച്ചു വളർന്ന വീട്ടിലേക്ക് അവരുടെ മാതാപിതാക്കൾ കൊണ്ടുപോകുന്നത് പോലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പകർന്നു തന്നപ്പോൾ നമ്മൾ വെറുതെ രാമായണം വായിച്ച് അങ്ങ് പോകുന്നു എന്നല്ലാതെ നമ്മൾ അതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി നോൽക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് പോലും ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഗൗരവത്തിലെടുത്ത് ജീവിതത്തിൽ പകർത്താത്തത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മളിവിടെ ശ്രേഷ്ഠമായ പുണ്യഗ്രന്ഥങ്ങൾ കടത്തിക്കൊണ്ടു പോവുകയും അവരത് പഠിച്ചിട്ട് അവർ നമ്മൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മളുടെ ഗ്രന്ഥങ്ങളെല്ലാം കളവാണ്, അത് വിശ്വാസയോഗ്യമല്ലാത്തതാണ്, അത് അന്ധവിശ്വാസമാണെന്ന് ഹിന്ദു നാമധാരികളായ ആൾക്കാർ തന്നെയാണ് പറഞ്ഞ് പരത്തുന്നത്, അതിനെ വിമർശിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ ഒന്നല്ല, ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ രാമായണത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ ജീവിതം എത്ര കണ്ട് ധന്യമാക്കാം എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പാഠ്യ പദ്ധതിയാണ് രാമായണം. അതുകൊണ്ട് എല്ലാ ആൾക്കാരും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട എന്താണ്, രാമായണം വെറുതെ വായിച്ചു പോകരുത്. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ തന്നെ ഇതിപ്പോൾ ആധ്യാത്മിക കുടുംബം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ഇതുപോലെ ആധ്യാത്മികം സനാതനം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ ഇതുപോലെ രാമായണത്തിൻ്റെ ആരംഭം മുതൽ അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ, അവിടെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ അവിടെയുണ്ട്. അത് മുഴുവൻ തന്നെ തത്വങ്ങളാണ്. ഓരോ ഭാഗത്തിൻ്റെ തത്വങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആധ്യാത്മികം സനാതനം എന്നുള്ള യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ രാമായണ പഠനം നിങ്ങൾക്ക് കേൾക്കുകയും പഠിക്കുകയും ചെയ്യാം, നിങ്ങളുടെ സൗകര്യമനുസരിച്ച്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് രാമായണത്തിലുള്ള യാഥാർത്ഥ്യമാണ്. ഇത് നമ്മുടെ ഒട്ടനവധി പുണ്യഗ്രന്ഥങ്ങളിലുണ്ട്. എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് രാമായണം ഉണ്ടാക്കിയതെന്ന് ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള അറിവില്ലാത്ത സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയാണ് രാമായണം. അപ്പം എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർ വേദങ്ങളിൽ പറയുന്നുണ്ട്, വേദം നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് പറ്റില്ല. ഉപനിഷത്തിൽ പറയുന്നുണ്ട്, അതും കുറച്ചും കൂടി ഉന്നതിയിലുള്ള ആൾക്കേ പറ്റുകയുള്ളൂ. അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളിൽ പറയുമ്പോൾ സാധാരണ താഴേക്കടയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് രാമായണം. അതുകൊണ്ട് നിത്യവും പാരായണം ചെയ്യുക, ഒരു പേജ് വെച്ചിട്ടായാലും വായിക്കുക. എല്ലാ ഭാഗത്തും നിരവധി ഇത്തരത്തിലുള്ള അമൂല്യമായ ശേഖരങ്ങളുണ്ട്, അതെല്ലാം ജീവിതത്തിൽ പകർത്തുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.